നല്ല മഴയാണ്. അപ്പോൾ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളിത് ചായ കുടിക്കാനായിട്ട് തോമഞ്ചേട്ടൻ്റെ കടയിലേക്ക് എത്തി കേട്ടോ. ഇതാണ് ചിയാരത്താണ് കേട്ടോ ഈ കട. 1 മാസമായിട്ടുള്ളൂ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന് മുന്നേ അല്പം നീങ്ങിയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. ചെറിയ കടയാണ്, മനോഹരമായിട്ടുള്ള നല്ലൊരു തട്ടുകടയാണ്. തീർച്ചയായും നമുക്ക് ഇതിൽ പോരുന്നവർക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു കടയാണ് കേട്ടോ. ചിലൂട്ടിലിതേ ഒത്തിരി സാധനങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. വില വിവരപ്പട്ടിക്കുണ്ട്. സാധാ എല്ലാ തട്ടുകടകളെ പോലെ തന്നെ ഒത്തിരി വിഭവങ്ങളും ഉണ്ട് നമുക്ക് ഇവിടെ. അതുകൂടാതെ ഗ്രേവി ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഐറ്റങ്ങൾ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞൊന്ന് എടുത്ത് കാണിച്ചു ഫോട്ടോ എടുക്കുകയും ചെയ്യാം. ഇതെല്ലാം തന്നെ നമുക്ക് കഴിച്ചതിൻ്റെ വിവരങ്ങൾ പറയാനായിട്ട് പറ്റില്ല. കാരണം എല്ലാം ഞാനും ഋഷികേശ് മാത്രമേ കൂടുതലുള്ളൂ. എല്ലാം ചെക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല നമുക്ക്. അത് എല്ലാം കൂടി നമ്മൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇടിയിറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. മത്സ്യവിഭവങ്ങൾ കുറവുള്ളൂ. നമുക്ക് പ്രിയ മത്സ്യങ്ങളായിരുന്നു. ഇവിടെ കക്കിറച്ചിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേട്ടെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചേട്ടൻ വിശദീകരിച്ച് തന്നു. ഇന്ന വിഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ചിക്കൻ വിങ്സ് ഉണ്ട്, 65 ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ ലിവർ ഉണ്ട്, താറാവുണ്ട്, കക്കയുണ്ട്, ഇങ്ങനെ വിഭവങ്ങളുണ്ട്. കപ്പ ഉണ്ട്. ബ്രെഡായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഇടിയപ്പം, അതുപോലെ അപ്പം, നൂൽ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചപ്പാത്തി ഉണ്ട്. നമ്മളധികമൊന്നും ഓർഡർ ചെയ്തില്ല. നമ്മൾ കുറച്ച് വിഭവങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ. കാരണം ഞാനും ഋഷിയും തന്നെയല്ലേ ഉള്ളൂ. ഞാൻ കഴിച്ച് തീർക്കും. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലേറ്റാണ് നമ്മൾ വാങ്ങിയത്. അതിന് അവർ ആ വിലയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ കോട്ട് പോലും വരില്ല കേട്ടോ. മഴ പുറത്ത് ശക്തമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഋഷികേശ് അല്പം അതുപോലെയൊക്കെ ടേസ്റ്റ് ചെയ്തു. അവന് ഇഷ്ടപ്പെട്ടത് നൂൽ പൊറോട്ടയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം. തോമഞ്ചേട്ടൻ്റെ കടയാണ്. കുറച്ച് കഴിഞ്ഞാൽ നല്ല ബിസിയാവും. ഞാൻ ബിസി ഇല്ലാത്ത സമയത്ത് നോക്കി വന്നതാണ്. താങ്ക് യു ടു എവരിബഡി. എൻജോയ് ദ ലൈഫ്. ബൈ സജീസ് ഫ്ലവർ ടൈം.